കേരളത്തിലെ ഏറ്റവും വലിയ ബോംബ് സ്ഫോടനം ഉണ്ടാക്കിയ ആളുടെ പേരെന്താ? ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ട എറണാകുളത്തെ കളമശ്ശേരിയിലെ ബോംബ് സ്ഫോടനം നടത്തിയ ആളുടെ പേരെന്താ? മാർട്ടിൻ എന്നാണ്. പ്രിയ സഹോദര, ഒരു സമൂഹത്തോട് മുഖത്തു നോക്കി ഇത്രയും പച്ചക്കള്ളം പറഞ്ഞു ഫലിപ്പിക്കുന്ന താങ്കൾ സത്യത്തിൽ ഒരു മനുഷ്യനാണോ അതോ ഭീകരവാദിയാണോ? കളമശ്ശേരി ബസ് കത്തിപ്പ് നടത്തിയത് ഒരു മാർട്ടിനുമല്ല, അബ്ദുൾ നാസർ മദനിയുടെ മോചനത്തിന് വേണ്ടി തടിയൻ്റെ അവിടെ നസീറും താജിദീനും സാബിർ ബുഖാരി എന്ന് പറയുന്ന 3 ഭീകരവാദികളാണ് ബസ് കത്തിപ്പ് നടത്തി കൂട്ടക്കൊല നടത്തിയത്. അവർക്ക് 35 വർഷം വീതം ജയിൽ ശിക്ഷ വാങ്ങി ഇപ്പോൾ ജയിലിൽ സുഖവാസം അനുഭവിച്ചു വരുന്നു. അതുമാത്രമല്ല, ഇന്ത്യ എന്ന രാഷ്ട്രം ഒരു മുസ്ലിം രാഷ്ട്രമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന SDP പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ കഴിഞ്ഞ 2 വർഷം മുമ്പ് നിരോധിച്ച് കേന്ദ്ര സർക്കാർ NIA എന്ന സംഘടന അയച്ച്, അന്വേഷണ ഏജൻസി അയച്ച്, കേരള പോലീസിൻ്റെ സഹായത്തോടെ ഇവിടെ നിന്ന് 100 കണക്കിന് നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി അവരുടെ വീടുകളൊക്കെ റെയ്ഡ് ചെയ്തും സ്വത്തുക്കൾ റെയ്ഡ് ചെയ്തും കൂട്ടത്തിൽ 1000ഓളം പേരെ കൊന്നൊടുക്കാനുള്ള ഹിറ്റ് ലിസ്റ്റാണ് കണ്ടെത്തിയത്. അത്ര ഭീകര സംഘടനയാണ് ഈ മുസ്ലിം ഭീകരവാദികളെന്ന് പറയുന്നത്. അത് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. അതുകൊണ്ടാണ് ഈ കേരള ജനത SDP പോപ്പുലർ സംഘടന പോലുള്ള സംഘടനകളെ പേടിച്ചു. കന്യാസ്ത്രീമാരും ക്രിസ്ത്യാനികളും മുഴുവൻ പേടിച്ചു നിൽക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ക്രിസ്ത്യാനികളുടെ വർഗീയ സംഘടന എന്ന് പറയുന്ന കാസ എന്നൊരു സംഘടന ഈ ലോകത്ത് ആരെയെങ്കിലും കൊന്നൊടുക്കിയതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പക്ഷേ മുസ്ലിം ഭീകര സംഘടനകൾ കാശ്മീരിൽ അവസാനം പഹൽഗാം വരെയും, വേൾഡ് ട്രേഡ് സെൻറ്റർ അമേരിക്കയിൽ വരെയും, അങ്ങനെ പഞ്ചാബിലും രാജസ്ഥാനിലും മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകമാകെ ഭീകര പ്രവർത്തനം നടത്തുന്ന മുസ്ലിം സംഘടനകളുണ്ട്. ആ സംഘടനകളുടെ ബലത്തിലും ആ സംഘടനയിൽ ഒന്നായി ദയവേദി കേരളത്തിൽ നിങ്ങൾ മുച്ചൂട് മുടിക്കുന്ന ഈ വർഗീയവാദം അഴിച്ചുവിട്ട് കേരളത്തെ നശിപ്പിക്കരുതെന്ന് ദയവായി താങ്കളോട് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഗുഡ് ബൈ.